പുരോഹിതനേശുവിതാ ബലിയായി തീരും സമയമിതാ. ബലിയർപ്പകനും ബലിവസ്തുവുമായി അതിപൂജിതമീ അൾത്താരയിൽ. രൂപതാ ദിനവും മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നവതിയും ആയിരങ്ങളെ സാക്ഷിയാക്കി പ്രൗഢഗംഭീരമായാണ് കോതമംഗലം രൂപതാ കുടുംബം ആഘോഷിച്ചത്. ചടങ്ങിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി ആരംഭവും രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെയും രൂപതയുടെയും സപ്തതി ആഘോഷവും ഇരട്ടി മധുരമേകി. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൽ പിതാവ്, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, രൂപതയിലെ മറ്റു പിതാക്കന്മാർ എന്നിവരെ രൂപതയിലെ വൈദികരും സന്യസ്തരും ആൽമായരും കത്തീഡ്രൽ അങ്കണത്തിൽ നിന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സെന്റ് ജോർജ് കത്തീഡ്രലിൽ നവതി ആഘോഷിക്കുന്ന മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മകത്വത്തിൽ കൃതജ്ഞതാബലി അർപ്പിച്ചു. രൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാരും കോതമംഗലം ഇടുക്കി രൂപതകളിലെ വൈദികരും സഹകാർമ്മികരായി. കൃപയുടെ 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ രൂപതയാണ് കോതമംഗലമെന്ന് ദിവ്യബലിമധ്യേ സന്ദേശം നൽകിയ ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് നെല്ലിക്കുന്നിൽ പിതാവ് അടിവരയിട്ട് പറഞ്ഞു. കഠിനാധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെ ഫലമാണ് കോതമംഗലം രൂപത ഇടുക്കി രൂപതയെ സൃഷ്ടിച്ചതെന്നും പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങളിൽ സർവവും നഷ്ടപ്പെട്ട ജനതയ്ക്ക് കൈത്താങ്ങായിരുന്നു കോതമംഗലം രൂപത. സർവവും നൽകി ഇടുക്കി രൂപതയെ പരിപാലിച്ച മെത്രാനായിരുന്നു മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവെന്നും വിശദമാക്കി. 1977 മുതൽ 2003 വരെ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിഭക്ത കോതമംഗലം രൂപത വലിയ പുരോഗതി കൈവരിച്ചതായിട്ട് നമുക്കറിയുവാനായിട്ട് കഴിയും. നാം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കാരുണ്യ സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ, പള്ളിമുറികളിൽ, ദൈവവിളികളിലെല്ലാം വലിയ കുതിച്ചുചാട്ടമുണ്ടായ ഒരു കാലഘട്ടമാണ് ആ 26 വർഷങ്ങൾ. ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ അൾത്താരയുടെ മുന്നിൽ കൃതജ്ഞതയോടുകൂടി ആ കാലഘട്ടത്തെ അനുസ്മരിക്കുകയാണ്. ഒരു വിദഗ്ധ ശില്പിയെ പോലെ അടിത്തറയിട്ട മാർ മാത്യു പൊത്തനാമഴി പിതാവ് അടിത്തറയിട്ട രൂപതയെ സർവവും നൽകി പരിപാലിച്ച വ്യക്തിത്വമായിരുന്നു മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. ഇടുക്കിയിലെ മുതിർന്ന തലമുറയുടെ മുന്നിൽ, ഇടുക്കിയിലെ 40കളിലും 50കളിലുമൊക്കെ ആയിരിക്കുന്ന വ്യക്തികളുടെ, അതിലും മുകളിലേക്കുള്ള ആളുകളുടെ മുന്നിൽ ഒരു മെത്രാൻ എന്ന സങ്കല്പവും സ്വപ്നവും കാഴ്ചപ്പാടുമെല്ലാം അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിലൂടെയാണ് ഇടുക്കിക്കാർക്ക് ലഭ്യമായത് എന്ന് അവിടെയുള്ള പലരും പറയുകയുണ്ടായി. കൃതജ്ഞതാ ബലിയർപ്പണത്തിന് ശേഷം നടന്ന പൊതുസമ്മേളന പരിപാടി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടൽ പിതാവ് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം രൂപതയുടെ സാമൂഹിക സേവന പദ്ധതികൾ മറ്റു രൂപതകൾക്കും പ്രചോദനമേകും വിധം അതിവിശിഷ്ടമാണെന്നും രൂപതയുടെ പ്രേക്ഷിത മുന്നേറ്റം പ്രശംസനീയമാണെന്നും മാർ റാഫേൽ തട്ടൽ പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് കോതമംഗലം രൂപതയിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച ശ്രേഷ്ഠ ആചാര്യനാണെന്ന് ആലഞ്ചേരി പിതാവ് പ്രസ്താവിച്ചു. രൂപതയുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടി മാർ പുന്നക്കോട്ടിൽ പിതാവ് കഠിന പ്രയത്നം നടത്തി. വൈദികരുടെയും സമർപ്പിതരുടെയും പരിശീലനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി. സഭയുടെ ദൈവശാസ്ത്ര കാര്യങ്ങളിൽ നേതൃത്വം നൽകിയെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് കൂട്ടിച്ചേർത്തു. ഒരിക്കലും അലസനാകാതെ എപ്പോഴും കർമ്മനിരതനായിട്ട് അത് സഭയുടേതായിട്ടുള്ള ദർശനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവാണ് ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. ഞാൻ വൈദികനായിരുന്നപ്പോഴും അതിനു ശേഷം തക്കലയിലെ മെത്രാനായിരുന്നപ്പോഴും പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്തുമെല്ലാം എനിക്കൊരു മാർഗദർശിയും ഉത്തമ മാതൃകയുമായിരുന്നു ജോർജ് പുന്നക്കോട്ടിൽ പിതാവെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതേസമയം സപ്തതി ആഘോഷിക്കുന്ന കോതമംഗലം രൂപതയ്ക്കും രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ആശംസകൾ അറിയിച്ചു. കോതമംഗലം, ഇടുക്കി രൂപതകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ ആയിരങ്ങൾ ദിവ്യബലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.